സോഹോ സിയാരത്തിന്റെ പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അമൽ ദേവലൽകുമാർ. ഈ സെക്ഷനിലൂടെ സോഹോ സിയാരത്തിൽ എങ്ങനെ ഫോളോ അപ്പ് ടാസ്കുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, മാനേജ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ അതിനായിട്ട് ഫോളോ അപ്പ് ടാസ്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു റെക്കോർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക. ഞാനിവിടെ ഒരു ടെസ്റ്റ് റെക്കോർഡ് ഞാൻ ചൂസ് ചെയ്യുകയാണ്. ചൂസ് ചെയ്തതിന് ശേഷം സ്ക്രീനിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്ടിവിറ്റീസ് എന്നുള്ള ഒരു ടാബ് കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു റെക്കോർഡിന് അഗേൻസ്റ്റ് 3 ടൈപ്പ് ഓഫ് ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് ഒരു നോർമൽ ടാസ്ക്, then ഒരു മീറ്റിംഗ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്യാം, കോൾ ആയിട്ടോ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാം. സോ ഒരു നോർമൽ ടാസ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യുക, ഒരു സബ്ജക്റ്റ് കൊടുക്കുക, ഒരു ഡ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യുക, പ്രയോറിറ്റി ചൂസ് ചെയ്യുക, യൂസറിനെ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ചേഞ്ച് ചെയ്യാൻ നിൽക്കേണ്ട, മറിച്ച് മറ്റൊരാൾക്ക് അസൈൻ ചെയ്യണമെങ്കിൽ ആ യൂസറിനെ ഇവിടുന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ശേഷം റിമൈൻഡർ എനേബിൾ ചെയ്യുക, ശേഷം പോപ്പപ്പ് ചൂസ് ചെയ്യുക, ഡൺ കൊടുക്കുക, സേവ് ചെയ്യുക. സോ നിങ്ങൾ ഈ ഒരു റെക്കോർഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് സക്സസ്ഫുള്ളി ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ക്രിയേറ്റ് ചെയ്യുന്ന ടാസ്കുകളെല്ലാം ഓപ്പൺ ആക്ടിവിറ്റീസിന് അണ്ടറിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു റെക്കോർഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ലീഡ്സിൽ പോയി കഴിഞ്ഞാൽ ഈ റെക്കോർഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടാസ്കുകൾ എനിക്ക് കാണാൻ കഴിയും. അതോടൊപ്പം ഫോളോ ടാസ്ക് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഹാൻഡ്സെറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടും, മറിച്ച് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ ബോട്ടം ആയിട്ട് നിങ്ങൾക്ക് ഒരു പോപ്പപ്പ് കിട്ടുന്നതായിരിക്കും ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ളത്. സോ ഇങ്ങനെയായിരിക്കും നോർമൽ ടാസ്ക്. ശേഷം മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനും സെയിം പാറ്റേൺ തന്നെ. മീറ്റിംഗ് ചൂസ് ചെയ്യുക, സബ്ജക്റ്റ് കൊടുക്കുക, ദെൻ ഫ്രം ടു എല്ലാം ചൂസ് ചെയ്ത് പാർട്ടിസിപ്പൻറ്റും ചൂസ് ചെയ്തതിനു ശേഷം സേവ് ചെയ്യുക. സോ ഞാനിവിടെ ഒരു മീറ്റിംഗും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഓപ്പൺ ആക്ടിവിറ്റീസിൽ പോയി കഴിഞ്ഞാൽ റീസെന്റ് ക്രിയേറ്റ് ചെയ്തെല്ലാം എനിക്ക് ഇവിടെ കാണാം. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർക്കസ് കംപ്ലീറ്റഡ് കൊടുക്കുക, ഡൺ. മാർക്കസ് കംപ്ലീറ്റഡ് കൊടുത്തു കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയതെല്ലാം ക്ലോസ്ഡ് ആക്ടിവിറ്റീസിലേക്ക് വരുന്നതായിരിക്കും. ഇനി അതിനുശേഷം സിസ്റ്റത്തിൽ ഓരോ റെക്കോർഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ഫോളോ അപ്സും മീറ്റിംഗ്സും കോൾസും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് മൂന്നിനും സെപ്പറേറ്റ് ആയിട്ട് 3 മൊഡ്യൂൾ ഉള്ളതാണ് സോഹോ സിയാരത്തിൽ. ഒന്ന് നോർമൽ ടാസ്കിന് ടാസ്ക്സ് എന്നുള്ളൊരു മൊഡ്യൂൾ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ദെൻ കോൾസ് എന്നുള്ളൊരു മൊഡ്യൂൾ, കോൾസിന്റെ ഫോളോ അപ്പ് ടാസ്കുകളും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് ട്രാക്ക് ചെയ്യാവുന്നതാണ്. മീറ്റിംഗ്സ് എടുക്കുവാണെങ്കിൽ മീറ്റിംഗ്സും അവിടെ നിന്ന് തന്നെ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. സോ ഇത് ഇത്രയാണ് ഈ സെക്ഷനിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.